ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ബീറ്റ വേർഷനിലാണ് ആദ്യമായിട്ട് തന്നെ വാട്സപ്പ് എല്ലാ അപ്ഡേറ്റ്സുകൾ അയച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അതായത് ട്രയൽ റൺ ആയിട്ടാണ് ബീറ്റ വേർഷനിലേക്ക് അയക്കുക. അതിനുശേഷം മാത്രമേ നമ്മുടെ ഫോണിലേക്ക് സാധാരണക്കാരായ നമ്മുടെ ഫോണിലേക്ക് അയക്കുള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം പറയുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ അടിപൊളിയായിട്ടുള്ള ഈ ഇൻഫർമേഷൻ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന് മുൻപ് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം പ്ലേ സ്റ്റോറിൽ വാട്സപ്പിന്റെ അപ്ഡേറ്റുകൾ എന്താ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ സെർച്ച് ഓപ്ഷനിൽ വാട്സാപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആണ് കാണുന്നതെങ്കിൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ പ്രൊഫൈലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. ഇവരെല്ലാവരും സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷെ ഇവരുടെ സ്റ്റാറ്റസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ കാണണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ വാട്സപ്പ് എടുക്കാൻ വേണ്ടി നമ്മൾ അപ്ഡേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. താഴെ അപ്ഡേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ സമയത്ത് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സ്റ്റാറ്റസുകളൊക്കെ കണ്ടില്ല, 1 by 1 ആയിട്ട് ഓരോന്ന് താഴേക്കാണ് നമുക്ക് വന്നു നിൽക്കുന്നത്. പക്ഷേ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിൽ ഇതൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സാധാരണ സ്റ്റാറ്റസ് കാണണമെങ്കിൽ ഇതേമാതിരി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കണം എന്താണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇപ്പൊ ഏറ്റവും ടോപ്പിൽ ഇതേപോലെ 1 by 1 ആയിട്ട് മുകളിലാണുള്ളത്. 1, 2, 3, 4 അങ്ങനെ നേരെ തല തിരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നേരെ താഴോട്ടേക്കല്ല. മാത്രമല്ല അതിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫേസ്ബുക്കിലൊക്കെ ഉള്ളത് പോലെ തന്നെ സ്റ്റോറി, അതേപോലെ തന്നെ റീൽസ് ഒക്കെ ഉള്ളത് പോലെ നമുക്കത് മേലെ കാണാൻ സാധിക്കും. പക്ഷെ അത് കാണുന്നത് അധികവും ഈ ചാനൽ ഉണ്ടാക്കിയ ആളുകൾക്കാണ്. അതായത് സ്വന്തമായിട്ടൊരു ചാനൽ വാട്സപ്പിൽ ഉണ്ടാക്കിയ ആളുകൾക്കാണ്. അല്ലെങ്കിൽ ഇതേപോലെ ചാനലുകൾ ഫോളോ ചെയ്ത പോലെ കണ്ടില്ലേ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കാണിക്കാം. ഒരു ആളുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി രണ്ടാമത്തെ ഒരാളുടെ ചാനലും കൂടി ഞാനിവിടെ ഫോളോ ചെയ്ത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാണ്. ഫോളോ ചെയ്തതിനു ശേഷം ബാക്ക് ചെയ്ത് കണ്ടില്ലേ, അടിപൊളി ഓപ്ഷൻ കണ്ടോ. ഇതാ മുകളിലേക്ക് മാറിയിട്ടുണ്ട്, സ്റ്റാറ്റസ് മൊത്തം മുകളിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇൻസ്റ്റയിലേക്ക് കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ചെറിയൊരു പ്രിവ്യൂ പോലെ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു രസകരമായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം എന്താണ് അവർ ഉദ്ദേശിച്ചത് മനസ്സിലാവും. ഇത് നമുക്കിത് വേണ്ടാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സാധാരണ താഴേക്ക് തന്നെ പണ്ടത്തെ പോലെ തന്നെ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ ചാനലിന്റെ ഓപ്ഷൻ കാണുന്നില്ലേ, ആ ചാനൽ ഏത് 2 ചാനലാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, അതിൽ ആദ്യത്തെ ചാനൽ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിലെ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അൺഫോളോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അൺഫോളോ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാനൽ നമ്മൾ അൺഫോളോ ആയി. ഇപ്പോൾ ഒരു ചാനൽ കൂടി മാത്രമേ ഉള്ളൂ. പക്ഷേ മേലെ അതേപോലെ തന്നെ അത് മാറിയിട്ടില്ല, പണ്ടത്തേലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാനൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അൺഫോളോ ഓപ്ഷൻ കൊടുക്കുക. ആ അൺഫോളോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ താഴെ അൺഫോളോ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബാക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ആദ്യത്തെ പോലത്തെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അതായത് ആദ്യമുള്ള ഓപ്ഷനാണോ അല്ലെങ്കിൽ ഇതേപോലെ ഏറ്റവും ടോപ്പിൽ, എനിക്ക് ഏറ്റവും ടോപ്പിലുള്ള ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഓപ്ഷനാണ് ഏറ്റവും നന്നായി തോന്നിയത്. നിങ്ങളുടെ കമന്റ്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക.